മലയാളികളുടെ എക്കാലത്തെയും ഹിറ്റ് ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ് മണിച്ചിത്രത്താഴ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 4K അറ്റ്മോസിൽ പുറത്തിറങ്ങിയ ചിത്രത്തെ ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ കളക്ഷനിലും ഞെട്ടിച്ചിരിക്കുകയാണ്. 1.10 കോടിയാണ് കേരളത്തിൽ നിന്നും മണിച്ചിത്രത്താഴ് 2 ദിവസം കൊണ്ട് നേടിയത്. ഓഗസ്റ്റ് 22 ചിത്രം ഓവർസീസിലും റിലീസ് ചെയ്യും. 31 വർഷങ്ങൾക്ക് ശേഷമാണ് മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPS ലളിത, ഗണേഷ് കുമാർ, വിനയ പ്രസാദ്, കുതിരവട്ടം പപ്പു, രുദ്ര തുടങ്ങിയവർ തകർത്തഭിനയിച്ചപ്പോൾ ഗംഗയായും നാഗവല്ലിയായും ശോഭന ഏവരെയും വിസ്മയിപ്പിച്ചു. സിനിമയിലെ സംഭാഷണങ്ങൾ പോലും മലയാളികൾക്ക് മനഃപ്പാടമാണ്. എത്ര കണ്ടാലും മതിവരാത്ത മാജിക് ആയിരുന്നു മണിച്ചിത്രത്താഴിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. 1993 ഡിസംബറിൽ മണിച്ചിത്രത്താഴ് 26 തിയേറ്ററുകളിലായിരുന്നു റിലീസ് ചെയ്തതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്യുമ്പോൾ 100-ലേറെ തിയേറ്ററിലാണ് ചിത്രം എത്തിയിരിക്കുന്നത്. ആകെ 106 തിയേറ്ററുകൾ മണിച്ചിത്രത്താഴ് ആദ്യ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറും മണിച്ചിത്രത്താഴ് എന്നാണ് വിലയിരുത്തലുകൾ. റിലീസിലൂടെ പുതിയ തലമുറയ്ക്ക് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സ്വർഗചിത്രയും മാറ്റിനി നൗ എന്ന കമ്പനിയും ചേർന്നാണ് പുതിയ പതിപ്പ് പുറത്തിറക്കിയത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുവാണ്. MG രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ പശ്ചാത്തല സംഗീതം ജോൺസണും ഗാനങ്ങൾ ബിജു തിരുമലയുമായിരുന്നു എഴുതിയത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഒരു സൈക്കോ ത്രില്ലർ ചിത്രമായിട്ടാണ് മണിച്ചിത്രത്താഴ് ശ്രദ്ധയാകർഷിച്ചത്. ചിത്രം സംസ്ഥാന ദേശീയ അവാർഡുകളും സ്വന്തമാക്കിയിരുന്നു. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേടി. മണിച്ചിത്രത്താഴിലൂടെ ശോഭന മികച്ച നടിക്കുള്ള അവാർഡ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേടി ശ്രദ്ധയാകർഷിച്ചു. ചിത്രത്തിലെ മികച്ച ചമയത്തിനുള്ള ദേശീയ അവാർഡ് PN മണിക്കും ലഭിച്ചു. മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിച്ചിത്രത്താഴ് ഇതര ഭാഷകളിലും റീമേക്ക് ചെയ്തിരുന്നു. എന്നാൽ മലയാളത്തിലെ മണിച്ചിത്രത്താഴിനോളം ആ സിനിമകൾക്ക് ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല.